ഹലോ. രാവിലെ പിന്നെ തേജുവിനെ ക്ലാസ്സിലേക്ക് വിട്ട് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ നല്ല പണിയായിരിക്കും കേട്ടോ. കാര്യം തേജു ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര പണിയാണ്. എന്നും പണിയുണ്ടാവും. രാവിലെ എണീറ്റ് വരുന്ന തന്നെ അവൻ കുറേ പേപ്പറുകൾ ചുരുട്ടി കൂട്ടിയത് കാണാനാട്ടോ. വേറെ ഒന്നുമല്ല, എനിക്ക് കുറേ പണി തരാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും കേട്ടോ. രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കേണ്ട ആദ്യം തന്നെ വീടെല്ലാം അടിച്ച് വാരി വൃത്തിയാക്കി അങ്ങോട്ട് ഇട്ടു. പിന്നെ വേഗം തന്നെ തുടച്ചു. ആരെങ്കിലും വന്നാൽ മോശമല്ലേ വീട് ഇങ്ങനെ കിടക്കുന്ന കണ്ടാൽ. അങ്ങനെ എല്ലാം വൃത്തിയാക്കിയിട്ട് കിച്ചണിലേക്ക് പോയി ഞാൻ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകണ്ടായിരുന്നു കിച്ചണിൽ. അതെല്ലാം കഴുകി വൃത്തിയാക്കി ഉച്ചക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. കുറേ നാളായി അവിയൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്നു. തേജും ഞാനും മാത്രമല്ലേ ഉള്ളൂ, പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. ഇന്നൊരു കൊതി ഉണ്ടായിരുന്നു അവിയൽ കഴിക്കണമെന്ന്. അങ്ങനെ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് അടുപ്പിലേക്ക് അങ്ങോട്ട് വെച്ചു. ഇവിടെ അങ്ങനെ ഞാനും തേജുവും കൊണ്ട് വെജിറ്റേറിയൻ മാത്രം കേട്ടോ. നോൺ അങ്ങനെ ഞങ്ങൾ കഴിക്കാറില്ല, വല്ലപ്പോഴും മാത്രം വാങ്ങും. ഞങ്ങൾക്ക് കൂടുതലും പച്ചക്കറി മാത്രമേ ഇഷ്ടമുള്ളൂ. അങ്ങനെ അവിയലിനുള്ള അരപ്പെല്ലാം തയ്യാറാക്കി അങ്ങോട്ട് വെച്ചു കേട്ടോ. അങ്ങനെ അരപ്പെല്ലാം ഇട്ട് അവിയലൊക്കെ സെറ്റായി വന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് മീൻ കിട്ടി രാവിലെ. അങ്ങനെ മീനെല്ലാം അരപ്പെല്ലാം തേച്ച് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേഗം തന്നെ പൊരിക്കാനിട്ടു കേട്ടോ. മീനിൻ്റെ മണ്ണടിച്ചപ്പോൾ തന്നെ എനിക്ക് വിശപ്പ് തുടങ്ങി കേട്ടോ. വല്ലപ്പോഴേ മീൻ വാങ്ങുള്ളൂ, പക്ഷേ മീനിൻ്റെ മണ്ണടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിശപ്പാട്ടോ. പിന്നെ ഇന്നലെ ടൗണിലേക്ക് പോയപ്പോൾ നല്ല ചുമന്ന ചീര കിട്ടി കേട്ടോ. അതും അങ്ങോട്ടേക്ക് വെച്ചു. അങ്ങനെ മീൻ വറുത്തതും തോരനും അവിയലൊക്കെ റെഡി ആയിട്ടോ. അതൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എല്ലാമായി ഞാൻ അകത്ത് വന്ന് നല്ല ലാവിഷായിട്ട് അങ്ങോട്ട് ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അവിയലും തോരനും മീൻ വറുത്തതും ചൂട് ചോറും കൂടി കഴിക്കുമ്പോൾ ആഹാ എന്തൊരു രസം. അങ്ങനെ അതെല്ലാം കൂട്ടി ഇന്നത്തെ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാം.